എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹോണ്ടയുടെ രണ്ട് കുട്ടന്മാരായിട്ടാണ്. ഇത് പുതിയ കുട്ടനാണ് ഡിയോന്റെ 110, ഇത് പഴയ ഡിയോ 110. അപ്പൊ പഴയന്ന് പുതിയ ഫേസ് ലിഫ്റ്റിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ നോക്കാം. ഒരു കമ്പാരിസൺ വീഡിയോ ആണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന്. അപ്പൊ ഇത് രണ്ട് വേരിയന്റും ഡീലക്സ് ആണ്. നമുക്ക് സ്റ്റാൻഡേർഡ്, ഡീലക്സ്, അതുപോലെ തന്നെ സ്മാർട്ട് പറഞ്ഞൊരു വേരിയന്റ് വരുന്നുണ്ട്. സ്മാർട്ട് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇത് ഡീലക്സ് മിഡ് വേരിയന്റും സ്റ്റാൻഡേർഡ് ബേസ് വേരിയന്റും. അപ്പൊ നമുക്ക് മിഡ് വേരിയന്റില് TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഗ്രാഫിക്സ് ആണ് കേട്ടോ. അപ്ഡേറ്റ് വന്നിട്ട് എന്തൊക്കെയാന്ന് വെച്ചാൽ പുതിയ ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രമ്മിന് അലോയ് വീലായി മാറിയിട്ടുണ്ട്. പിന്നെ TFT ഡിസ്പ്ലേ ആണ് മിഡ് വേരിയന്റിൽ വന്നിട്ടുള്ളത്. ബേസ് വേരിയന്റിൽ നമുക്ക് അനലോഗ് മീറ്റർ തന്നെയാണ് വരുന്നത്. പിന്നെ ടോപ്പ് എൻഡ് വേരിയന്റ്, അത് സ്മാർട്ട് വേരിയന്റിൽ നമുക്ക് റിമോട്ട് കീ കൊണ്ട് മറ്റേ അൺലോക്ക് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ കിക്കർലെസ് എൻട്രി ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡീലക്സ് വേരിയന്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് നമ്മുടെ ഡിയോ 110 ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ്. അതുപോലെ തന്നെ ഇത് പഴയ ഡിയോ 110. അപ്പോൾ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കളറാണ്. പുതിയൊരു കളർ ഇതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു കളർ അവർ നിർത്തലാക്കി. ഇതൊരു കുറച്ച് ഡിമ്മായ ഒരു കളറായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് ഗ്ലോസി റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലൊരു ഗ്രേ കളർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ കളർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഈ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷ്, ഷൈനി ഫിനിഷ് ഇവിടെ വന്നിട്ടില്ല. അത് ആക്ച്വലി അവർ അങ്ങോട്ട് തിരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് നടുവിലായിരുന്നു, റെഡ് വണ്ടിയുടെ ബോഡി കളർ സൈഡിലായിരുന്നു. എന്നാൽ പുതിയ ഡിയോയിൽ ബ്ലാക്ക് രണ്ട് സൈഡിലും കൊടുത്തിട്ടും ബോഡി കളർ നടുവിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ LED ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്, കത്തുന്നത്. അത് ആക്ച്വലി ഫ്രണ്ടിൽ മുന്നത്തേലും വന്നിട്ടുള്ളത് സെയിം തന്നെയായിരുന്നു. ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വരുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു TFT ഡിസ്പ്ലേ ആണ്. നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം, അത് ഹാലജൻ തന്നെയാണ്, പഴയതിലും ഹാലജൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ബ്രേക്ക് ആക്ച്വലി മറ്റേ ഡ്രമ്മിന്ന് അലോയ് വീലായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടില്ല. നമുക്ക് പിന്നിൽ ഡിസ്ക് ബ്രേക്ക് ആണോ നോക്കാം. ആക്ച്വലി ഡ്രം ബ്രേക്കിനാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 3 വേരിയൻസ് ആണ് വരുന്നത്: സ്റ്റാൻഡേർഡ്, ഡീലക്സ്, സ്മാർട്ട്. ഇത് ആക്ച്വലി ഡീലക്സ് വേരിയൻ്റ് ആണ്, അത് മിഡ് വേരിയൻറ്റ്. നമുക്ക് വാഹനം ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ TFT ഡിസ്പ്ലേ. അപ്പോൾ ഈ TFT ഡിസ്പ്ലേയിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു ജോയ്സ്റ്റിക്ക് പോലത്തെ സംഭവം ഉണ്ടല്ലോ, ജോയ്സ്റ്റിക്ക് അല്ല, ഒരു ടോഗിൾ ബട്ടൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റിങ്സിൽ ഫംഗ്ഷൻ, ജനറൽ, ഡിസ്പ്ലേ, സർവീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ നാവിഗേഷൻ വരുന്നുണ്ട്. അതായത് സ്മാർട്ട് വേരിയൻറ്റിൽ നമുക്ക് നാവിഗേഷൻ പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതാണ് ഒരു മേജർ ചേഞ്ച് പഴയ ഡിയോന്ന് പുതിയ ഡിയോയിലേക്ക് വന്നിട്ടുള്ളത്, TFT ഡിസ്പ്ലേ. രണ്ടാമത്തെ നമ്മുടെ പുതിയ ആക്റ്റീവ 125, അതുപോലെ തന്നെ SP 125 നമുക്ക് പുതിയൊരു TFT ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, ഹോണ്ട ഒരു അപ്ഡേഷൻ, അത് യുവാക്കളെ ഒന്നുകൂടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ വീല് നമുക്ക് നോക്കുകയാണെങ്കിലും 12 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് വീൽസ് ആണ് വരുന്നത്. അത്യാവശ്യം കാണാൻ നല്ല സ്പോർട്ടി ലുക്ക് ആയിട്ടുണ്ട്. ട്രെഡും കൊള്ളാം, ഗ്രിപ്പിന് വേണ്ടിയിട്ട്. അത് നോക്കുകയാണെങ്കിൽ പഴയ ആൾമോസ്റ്റ് സിമിലർ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഒരു മഡ് ഗാർഡ് ആക്ച്വലി ബ്ലാക്ക് ആണ് ഫിനിഷ് വരുന്നത്. എന്നാൽ പഴയതിൽ നമുക്ക് ബോഡി കളർഡ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പുതിയ ഗ്രാഫിക്സ് ആണ് ഈ ഏരിയയിൽ വന്നിട്ടുള്ളത്. പഴയ വേരിയൻ്റ് അല്ല, ഡിയോ 110 വന്നിട്ടുണ്ടായിരുന്നില്ല. ഹോണ്ടയുടെ ബാഡ്ജിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഈ ഒരു ഏരിയ നമുക്ക് കുറച്ച് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോണ്ട ബാഡ്ജിങ്, പിന്നെ ഈ ഒരു സ്പോർട്ടി ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഓൾറെഡി ഡിയോ ലുക്ക് സ്പോർട്ടിനെയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി സ്പോർട്ടിയർ ആയിട്ടാണ് ഹോണ്ട ഇറക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെറിയൊരു എയറോ ഡൈനാമിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിസൈന് കാണാൻ പറ്റും. അതും ഇവിടെ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെയിൻലി ഹോണ്ട എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ ബ്ലാക്ക് ആയിരുന്നു, ഇവിടെ റെഡാക്കി, ഇവിടെ ബ്ലാക്ക് ആയിരുന്നു, ഇവിടെ റെഡാക്കി. അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് ആയിരുന്നു, ഇത് റെഡ്, മീൻസ് കളർ അങ്ങനെ ഇൻ്റർചേഞ്ച് ആണ് മെയിൻലി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടിയും ഒരു ഫ്രഷ് ലുക്കാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 765 mm ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 5.3 ലിറ്ററാണ്. അപ്പോൾ ടോട്ടൽ ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ 9 Nm ടോർക്ക്, 9.03 Nm ടോർക്കും, അതുപോലെ തന്നെ 5.78 kW പവറാണ്. പിന്നെ 109.51 cc വാഹനമാണ്. അപ്പോൾ ഒരു റൗണ്ട് ഓഫ് ആയിട്ട് 110 cc സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിക്സ് ആണ്. ഡിയോന്ന് വലിയ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് റെഡ് കോംബോ ഡിസൈനിലാണ് ഡിയോന്ന് ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പഴയതിൽ നോക്കുകയാണെങ്കിൽ ഡിയോന്ന് ഒരു 3D ലെറ്റർ പോലെ എംബഡ് ചെയ്തിട്ടാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പുതിയ ഡിയോയിൽ നമുക്ക് സ്റ്റിക്കർ പോലെയാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം കാണാൻ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ട്. പിന്നെ റിയറിലേക്ക് വരികയാണെങ്കിൽ ലൈറ്റിലൊന്നും വലിയ വ്യത്യാസം എനിക്ക് കാണാനില്ല. അഗൈൻ ഇത് ഹാലജൻ ടെയിൽ ലാംപ്സ്
തന്നെയാണ്. ഡിസൈനിൽ നോക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഹാലജൻ ടെയിൻ ലാമ്പിൻ്റെയാണ് വരുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഹാലജൻ തന്നെയാണ്. ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് കൊടുക്കാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മാറ്റങ്ങൾ മെയിൻലി വന്നിട്ടുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു ഗ്രാബ് ഹാൻഡിലാണെങ്കിൽ നമുക്ക് രണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പഴയതിലും അങ്ങനെ തന്നെയായിരുന്നു, ഇതിലും അങ്ങനെ തന്നെയാണ്. കാരണം ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കൈ നേരെ പിടിക്കാൻ പറ്റും. ഇവിടെ ജോയിൻ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അൺകംഫർട്ടബിൾ ആയൊരു ഫീല് നമുക്ക് വരും. അത് നോക്കിയിട്ടാണ് ഹോണ്ട ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ മാറ്റങ്ങൾ ഈ ഒരു ഹോണ്ട ഡിയോ 110 കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് പഴയതിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്പീഡോമീറ്റർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുതിയതിൽ അതൊരു നമ്മുടെ ആക്റ്റീവ റവ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. പിന്നെ ഇതിൽ ഈ ഒരു TFT ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അടുത്തൊരു കാര്യം, നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ഉണ്ടല്ലോ, സ്മാർട്ട് വേരിയൻ്റ്, അതിൽ നമുക്ക് നാവിഗേഷൻ ഉണ്ട്. അതെ, ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഒക്കെ ഉണ്ട്. നമ്മുടെ ഫോണിൽ നാവിഗേഷൻ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. അതൊരു അത്യാവശ്യം നല്ലൊരു അഡ്വാൻറ്റേജ് കാര്യമാണ്. നമ്മുടെ ആക്റ്റീവ 125 വന്നിട്ടുണ്ട്, പുതിയ 125. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ നോക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റഡ് ഈ ഒരു ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കോൾ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഹോണ്ടയുടെ റോഡ് സിങ്ക് ആപ്പ് ഉണ്ട്. അത് കണക്ട് ചെയ്തിട്ട് വേറെയും കുറേ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇരിക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. കണ്ടോ, അത്യാവശ്യം നേരെ കാലം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെയാണ് ഈ ഒരു സംഭവം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിൾ ആയൊരു, അതേപോലെ തന്നെയാണ് പഴയ ഡിയോ 110 പോലെ തന്നെയാണ് മറ്റൊരു പാനലും നമ്മുടെ ഈ ഒരു ഹാൻഡിലും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈന് ചെറുതായിട്ട് കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ട് അതിൽ നോക്കുകയാണെങ്കിൽ. കാരണം ഈ ഒരു റെഡ് കളറ് ആണ്, ബോഡി കളറാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് സ്മാർട്ടാണ്. അതിൽ നമുക്ക് കിക്കറിൽ സ്റ്റാർട്ട് ഉണ്ട്, ബട്ടൺ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കീ ഉപയോഗിച്ചിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസും തുറന്ന് നോക്കാം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മൾ കീ ഇപ്പോൾ ഓഫ് ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരൊറ്റ ക്ലിക്കാണത്. ഫ്യൂവലിനും സീറ്റിനും 2 ബട്ടനാണ് ഉള്ളത്. ഫ്യൂവൽ ആക്കി കഴിഞ്ഞാൽ ഇവിടെ പിന്നിലാണ് ഫ്യൂവലിൻ്റെ ഇത് വരുന്നത്. 5.3 ലിറ്ററിൻ്റെ ഫ്യൂവൽ ടാങ്കാണ് വരുന്നത്. ഈ ഒരു ടെക്സ്ചർ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാർബൺ ഫൈബർ പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിലും ആ ഒരു സ്പോർട്ടി ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സീറ്റ് ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം ഒരു ഹെൽമെറ്റിനും പിന്നെ കുറച്ച് സാധനങ്ങൾ വയ്ക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റി കിറ്റും അതെല്ലാം ഹോണ്ട ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടയ്ക്കാം. ഓക്കെ, സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിളായ സീറ്റാണ്. ഞാൻ പറഞ്ഞ പോലെ 765 മില്ലിമീറ്റർ ആണ് സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ ഈ ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഗ്രാഫിക് മാറ്റിയിട്ടുണ്ട്, കളറും മാറ്റിയിട്ടുണ്ട് പഴയ ഡിയോ 110 നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ നോർമൽ പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടായി. പിന്നെ നാവിഗേഷൻ്റെ മറ്റേ ടോഗിൾ ചെയ്യുന്നതിൻ്റെ ബട്ടൺ, പാസ് ലൈറ്റ്സ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ് സെയിം ഷാർപ്പ് ഹോൺ തന്നെയാണ് വരുന്നത്. നമുക്കൊന്ന് എൻജിൻ റവ് ചെയ്താലോ. ഓക്കെ, അത്യാവശ്യം കൊള്ളാം വാഹനം കാണുകയാണെങ്കിൽ. പിന്നെ നമുക്കിവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, സാധനങ്ങൾ എന്തെങ്കിലും തൂക്കിടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആക്റ്റീവ 125 SP 125 ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. SP 125 അടുത്തത് ആക്റ്റീവ 125 ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും കാണാൻ മറക്കരുത്. ഇതിലും നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും കാണുന്ന പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. നോക്കൂ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതിൽ കൂടുതൽ ബ്ലാക്ക് ഷെയ്ഡാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. അപ്പോൾ ടാറ്റാ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.